ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്, ത്രില്ലിലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാനിപ്പം എൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് എങ്ങനെ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. കുറച്ച് ടെൻഷനിലാണ്, അതുപോലെ തന്നെ കുറച്ച് ത്രില്ലിലുമാണ്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സത്യം പറഞ്ഞാൽ എനിക്കെന്ത് പറയേണ്ടതെന്ന് അറിയുന്നില്ല. ഐ എം വെരി ഹാപ്പി. ഇതിവിടെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം, അപ്പോഴേക്കും ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം ഇവിടെ ഇല്ല, പുറത്ത് പോയിരിക്കുകയാണ്. അതെങ്ങനെ പറയണ്ടേ എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റൊരു വീഡിയോ എടുക്കാൻ പോലും അറിയത്തില്ല. എൻ്റെ കൈയും കാൽപ്പുള്ള വരച്ചുകൊണ്ടിരിക്കുക. ഈ സന്തോഷം ആരുടെ പറയണ്ടേ, ഇങ്ങനെ ആരുടെ പറയണ്ടേ, എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്നാലും സമയം 8:04 അപ്പോൾ എന്നാലും വരാൻ സമയമായി. ഞാനതൊന്ന് ഫ്രഷായിട്ട് പുറത്തേക്ക് ഇറങ്ങട്ടെ, നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ വരാൻ സമയമായിട്ടുണ്ട്. ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നു, അതിനാണ് സാധ്യത. അപ്പം നമുക്കൊന്ന് നോക്കാം. ഞാൻ ക്യാമറ ഒന്ന് തിരിച്ചു നോക്കട്ടെ. ഈ സത്യം പറഞ്ഞാൽ ഫോൺ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനേ പറ്റുന്നില്ല. ത്രില്ലടിച്ചിട്ട് ഫോൺ കയ്യിൽ നിന്ന് പോവുക. സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെ കാണാൻ പറ്റുന്നുണ്ട്. അതെ വരുന്നുണ്ട്. യെസ്, കഥയിലെ നായകൻ വന്നേ. അപ്പോൾ അകത്ത് കയറി വരുന്നതിന് മുമ്പ് ഞാനൊന്ന് ഫോൺ സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ വെളി വന്നിട്ടുണ്ട്. ഇപ്പം കയറി വരും, എന്തായാലും ഇപ്പം കയറി വരും. അപ്പോൾ ഞാനത് കാണിക്കാൻ പോവാണ്. വഴി വീണ്ടും തിരിച്ചു പോയെന്ന് തോന്നുന്നു. അല്ല, ഇങ്ങനെ ഉണ്ടായിരുന്നു സാർ. പക്ഷേ അവൻ ആരും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറിംഗായിരുന്നു. ഒറ്റ കുഞ്ഞുങ്ങളില്ലായിരുന്നു. രാവിലെ ഒരുങ്ങിയതല്ല, ഞാൻ മറ്റേ ഡ്രസ്സ് അഴിക്കാം. ഹലോ, ശരി സ്ലാം, ഞാൻ നോക്കിയിട്ട് പറയാം. ഞാൻ വിളിക്കാം. നേരത്തെ എണീറ്റില്ല. എനിക്ക് ഭയങ്കര ചുമക്കുമായിരുന്നു. രാത്രിക്കെല്ലാം ചുമക്കുന്നില്ലായിരുന്നോ? ഈ ക്ലിപ്പ് നോക്കി തന്നെ. ചേച്ചി എന്തിനാ വിളിച്ചേ? അത് ഫോട്ടോ ഇട്ടാണെന്ന് പറയാൻ വേണ്ടി. ഈ ക്ലിപ്പ് നോക്കി തന്നെ. ശരിക്കും സത്യം ഇത് ചങ്ങലാവും. ഒന്ന് तारा नाने उन तारा
കൂളാവും. ഇതാരിത്? ലിറ്റിൽ വൺ. ആണെങ്കിൽ സത്യം പറഞ്ഞാ കൂൾ കൂൾ. സർപ്രൈസ്. സർപ്രൈസ് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. രണ്ടു ദിവസം മുമ്പ് എന്നോട് ചോദിച്ചില്ലേ? അതൊക്കെ ഞാൻ വാങ്ങിച്ച്. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് നോക്ക്. പിന്നെ ഞാൻ എന്തെങ്കിലും പരിപാടി ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ എന്തായാലും പാടാന്നറിയോ? എന്നെ കൊണ്ട് പറ്റത്തില്ല. നീ ഒരു കുട്ടി അമ്മയാവാൻ പോവാണ്. നിങ്ങളൊരു മുതുമുത്തച്ഛനോ? ഫോണിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, ആരും പറഞ്ഞിട്ടില്ല. നമുക്ക് പുറത്ത് പോയി ടെസ്റ്റ് ചെയ്തിട്ട് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിനൊക്കെ വേദന എടുക്കുന്നു. ഒന്നും വരുന്നില്ല, വാർത്ത മുറ്റത്. ഗൈസ്, അപ്പോൾ ഞങ്ങള് മാതാപിതാക്കളാകാൻ പോകുന്നു. സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, ഒരു ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഇടിവെട്ട് ഹാപ്പിയാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയോ ഇങ്ങനെ വിറയ്ക്കുന്നു, ഇടിക്കുന്നു ഒരുപാട് അല്ലേ. അപ്പോൾ ഇവള് കാണിച്ചപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ കിളി ഫുള്ള് പോയി പറഞ്ഞാൽ ഇവള് കാണ്ടി മേടിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല, ഓർത്തില്ല. രണ്ട് മൂന്ന് ദിവസം മുമ്പ് എൻ്റെ വയറ്റിൽ തൊട്ട് നോക്കിയിട്ട് ചോദിച്ചു എന്താണ് ഇതിനകത്ത് ബേബിയാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവനെ പ്രതീക്ഷയില്ല, എങ്കിലും ഞാൻ അങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മളിനി ഇപ്പം ആരും എന്തായാലും പറഞ്ഞില്ല, നമ്മൾ ഇനി ലാബിൽ പോയിട്ട് ചെക്ക് ചെയ്ത് ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് നമുക്ക് എല്ലാവരും പറയാം ഗൈസ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആവും. പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര എന്താ ഒരു എന്തോ ചെയ്യണം, ഏത് ചെയ്യണം ഒരു പിടിയില്ല. അയ്യോ. അപ്പോൾ നമുക്ക് എന്തായാലും ലാബിൽ പോയിട്ട് എല്ലാവരും പറയണം ഗൈസ്. வெட்கங்கள் பேசுதே. ഗൈസ്, അപ്പോൾ നമ്മൾ ലാബിൽ റിസൾട്ട് നേരത്തെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഡോക്ടറെയും കൂടെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇന്നിനിപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റുമെന്ന് തോന്നില്ല, കാരണം 3 മണിയാവും റിസൾട്ട് കിട്ടാൻ 3 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. അപ്പോൾ നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 3 മണിക്ക് ചെല്ലാനാണ് പറഞ്ഞത് റിസൾട്ട് വേണ്ടിയിട്ട്. 2:30 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ടൗണൊക്കെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കറങ്ങി. പിന്നെ നമ്മൾ ബ്ലഡാണ് ടെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി 3 മണിയാകുമ്പോൾ നമ്മുടെ റിസൾട്ട് വരും ഗൈസ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം അല്ലേ? എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കുന്നത് ഇന്ന് വരെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഒരു ഹാപ്പിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ലാബിൽ പോയിട്ട് അതെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഒരു ലെവലിലൂടെ മുമ്പോട്ട് വെച്ചല്ലയോ.
അപ്പോൾ നമുക്ക് നമ്മുടെ ഇടയിലേക്ക് ഇനി ഒരാളും കൂടെ വരുന്നു. ഓ എന്താ മോനെ. പക്ഷേ അപ്പം വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിലായിട്ട് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഈ റിസൾട്ട് കിട്ടിയതിന് ശേഷം വേണം നമുക്കിത് പറയാൻ വേണ്ടിയിട്ട്. എല്ലാവരും എന്തായാലും കൂടെ നിൽക്കണം. അയ്യോ അതെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് ലാബിൽ പോയിട്ട് എന്തായാലും റിസൾട്ട് വാങ്ങിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ റിസൾട്ട് കിട്ടുന്നതിന് വരെ നമ്മൾ 3 മണിക്ക് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പാണ് ഗൈസ് പോയത്. അപ്പോൾ അത്രയും നേരം നമ്മൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തപ്പം ഉള്ളിൽ ഭയങ്കര തീയായിരുന്നു. എന്താണ് എങ്ങനെയാണ് നമുക്ക് ഒരു പിടിയില്ലായിരുന്നു. റിസൾട്ട് എന്താവുന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനായിരുന്നു ഗൈസ്. തീയായിരുന്നു ഉള്ളിൽ. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇതിനകത്ത് നോർമലി റിസൾട്ടൊക്കെ വരുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കാണിക്കും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ റിസൾട്ട് അങ്ങനെ കൊടുത്തില്ല. അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ നോക്കി സത്യം പറഞ്ഞാൽ കുഴ ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ ചോദിച്ചാൽ പറഞ്ഞ് പോസിറ്റീവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ റിസൾട്ട് പോസിറ്റീവാണ് ഗൈസ്. ബോയ്സ് നമ്മുടെ ബേബി 5 to 6 വീക്ക് അതെ, ഒരു 5-6 വീക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം എങ്ങനെ പറയേണ്ടത് അറിയത്തില്ല. അടിപൊളി സന്തോഷം എന്ന് പറഞ്ഞാൽ അടിപൊളി സന്തോഷം. അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് കെയർ ചെയ്യണം. ഒരുപാട് മീൻസ് വണ്ടി പോകുന്നതായാലും നടക്കുന്നതായാലും എല്ലാത്തിലും ഫുഡിലും കാര്യങ്ങളെല്ലാം നമ്മളിനി കെയർ ചെയ്യണം ഗൈസ്. ഇനി ഞാൻ പൊന്നെ ഒന്നുകൂടെ കെയർ ചെയ്യണം. ഇപ്പം ഇനി ഈ റിസൾട്ട് ഇപ്പം നമ്മുടെ കിട്ടി. ഇനിയിപ്പോൾ ഈ റിസൾട്ടും കൊണ്ട് നമുക്ക് നേരം സോണി നിൽക്കുന്ന കടയിൽ പോകണം, അവരെയൊക്കെ ഒന്ന് കാണിക്കണം. പിന്നെ വീട്ടിൽ വിളിച്ച് പറയണം, ചിന്നുവിനെ കാണിക്കണം. പിന്നെ വീട്ടിൽ കുറച്ച് പേരെ വിളിച്ചൊക്കെ പറയണം ഗൈസ്. അപ്പം നമുക്ക് നേരെ വീട്ടിൽ പോകാം. എന്തെങ്കിലും മനസ്സിലായോ? അയ്യോ അന്നേരം എനിക്കറിയത്തില്ല. 10 എനിക്കറിയത്തില്ല. റെഡ് വെൽവെറ്റ് 1 കിലോ അല്ല 2 കിലോയുടെ ഇവർക്കും കൊടുക്കണം. താങ്ക് യു. നിങ്ങളൊരു കാര്യം, എടാ ഞാൻ അങ്ങനെ ഒരു അപ്പനാവാൻ പോകുന്നു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യൂ കുട്ടി. ഹാപ്പി ബർത്ത്ഡേ പറയടാ. എനിക്ക് വയ്യ പറയാ. എനിക്ക് നാണമാണ്. സംഭവം എന്താന്ന് വെച്ചാ പുള്ളിയൊരു അച്ഛനാകാൻ പോകും. ഗൈസ് അങ്ങനെ സോണിൻ്റെ കടയിൽ നിന്ന് എല്ലാവരും ടാറ്റ പറഞ്ഞ് നമ്മൾ ഇറങ്ങി ഗൈസ്. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വന്നിട്ടുള്ളത് ബേക്കറിയിലാണ് ഗൈസ്. നമുക്കൊരു കേക്ക് വാങ്ങണമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് കടയിൽ കയറിയെങ്കിലും നമുക്കതൊന്നും ഓക്കെ ആയിട്ടില്ല. അപ്പോൾ ഈ ചേട്ടൻ നമുക്ക് ഒരുപാട് കേക്കുകൾ കാണിച്ചിരുന്നു. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് ഗൈസ്. അങ്ങനെ കേക്കിൽ എല്ലാം എഴുതി സെറ്റാക്കി നമുക്ക് അടിപൊളി പ്രസൻറ്റേഷനിലാണ് കേട്ടോ അവർ തന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ത്രില്ലാണ്, ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഹാപ്പിയിലാണ്. അങ്ങനെ ആ കേക്കിൽ എഴുതിയതിന് ശേഷം അവർ അടിപൊളി നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് അവർ നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് വണ്ടി പറഞ്ഞു. അപ്പം ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചിട്ട് പോകാൻ പോവാണ്. ഷംനായും ജിന്നും എല്ലാവരും തുരുതുരാ വിളിയാ. സംഭവം എന്താണെന്ന് അറിയാതെ ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുക.
പിന്നെ ഡൈനിങ് റൂമിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് കാണിക്കാം. പിന്നെ എക്സ്പ്രഷൻ ഉണ്ട്. പിന്നെ ഒരു സാധനമുണ്ട്. അമ്മ മുത്തപ്പ ചിന്നു വായിച്ചിട്ട് അത് കൊള്ളാലോ എന്ന് എനിക്ക് ബേബി പേപ്പറിൽ ബേബി எதிரே என்னோடு காதல் வந்தே என்ன சொல்லு வெட்கங்கள் பேசுதே. ഞാൻ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു ഓടിയാണോ മടക്കുന്നല്ല സോ ചിന്നിന് നേരത്തെ കത്തിയിട്ടുണ്ടായിരുന്നു. ഇത് പ്രകാരം നോക്കേണ്ടതെന്ന് പറഞ്ഞു. 5 to 6 വീക്ക് ആയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ഇനി ഡോക്ടറെ കാണാം. കുട്ടി ബേബി വരുന്നു, കുഞ്ഞു ബേബി. മിച്ചു വലിയ പെണ്ണായി പോയി. ബേബി വരുന്നു, ബേബി. ഡാഡി ഗിരിജാന്നൊക്കെ പറഞ്ഞ കണക്ക്. പോസ്റ്റ് മാറിപ്പോയി. ഹലോ അമ്മ എവിടാ? അമ്മ വീണ്ടും ഒരു അമ്മൂമ്മയായി. അമ്മ വീണ്ടും ഒരു അമ്മൂമ്മയാണ് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ. ഗൈസ്, അപ്പോൾ നമ്മൾ ഷംനായെ വിളിച്ചിട്ട് റിസൾട്ട് പറയാൻ പോകുന്നു. എടി തിരക്കായിരുന്നടി, അതാ നീ വിളിച്ചപ്പോ എടുക്കാൻ പറ്റുന്നേ. അയ്യോ കട്ടായി പോവാ, എടുക്കാൻ പറ്റില്ല. ഫോണ് ഫുള്ള് നനഞ്ഞു പോയി, മഴയായിരുന്നു. ഹാങ്ങായി പോവാ. ലാബിൽ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ് ആണ്. ആഹാ നീ കൊള്ളാലോടി, ചെലവാണോടി നിനക്ക് വേണ്ടേ? അപ്പം നിന്നെ ഞാനൊരു മാമിയാക്കിയിരിക്കുന്നു. ചെലവ് ഒത്തിരി ഉണ്ട്, എല്ലാം നീ ചെയ്തോ. നിനക്ക് എന്തോ ചെലവ് വേണ്ടേ? എന്നാ നിനക്ക് 10 രൂപയുടെ ലഡു മേടിച്ചു തരാം. നിനക്ക് ചെലവ് ചെയ്യാടി, സമയം കിടക്കുമല്ലേ, ചെയ്യാ. നീ വാ ഇങ്ങോട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞു, പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഗൈസ്, നമ്മൾ ലഡു ഒക്കെ കൊടുത്തു. അപ്പം നമ്മൾ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വൈകിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യും. கண்பூரா நீயே தான் தாரா, கண்ணார காண்கிறேன் பூரா. தண்ணீரை கூசிக்கொண்டே மெல்ல செல்லும் பிம்பங்கள் நீயாகிறாய். எதிரே என்னோடு காதல் வந்தே என்ன சொல்ல வெட்கங்கள் பேசுதே. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് എന്താണ്, നമ്മൾ പോലും ചിന്തിക്കാൻ നമ്മുടെ മൈൻഡിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഗൈസ്, സത്യം പറഞ്ഞാൽ നമ്മൾ തറയിലല്ല. ഗൈസ്, അപ്പം പിന്നെ ഒരു അമ്മ ആവാൻ പോവുകയാണ്. അപ്പം കൺഗ്രാജുലേഷൻസ്. നീ ഒരു അമ്മയാവാൻ പോകുന്നുണ്ട്. എല്ലാ അമ്മമാർക്കും ലവ് യു, മിസ് യു, താങ്ക് യു. അപ്പം എല്ലാവരും നമ്മുടെ കൂടെ വേണം ഗൈസ്, എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ ഇനി മുതൽ പ്രാർത്ഥന മസ്റ്റായിട്ട് വേണം. കാരണം പല പ്രതിസന്ധികളും കടന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വന്നേക്കുന്നത്. ബാക്കി അതൊക്കെ പോകുന്ന വീഡിയോസിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാം. കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വന്നിട്ടുള്ള കുറേ വഴികളിലൂടെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ടെൻഷനിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം ഗൈസ്. അപ്പം നമ്മൾ വന്നപ്പോൾ ഫുള്ള് നനഞ്ഞിട്ടാണ് വന്നത്. ഈ ഷർട്ടെല്ലാം ഫുള്ള് നനഞ്ഞിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് വീഡിയോയിൽ അറിയത്തില്ലെങ്കിൽ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി പൊന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ കെയർ ചെയ്യണം ഗൈസ്. എനിക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടി എന്ത് ചെയ്യണമെന്ന് പറ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.